ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ വെറൈറ്റി വീഡിയോ ഓഫ് ട്രിപ്പ് വിത്ത് ഷിനിൽ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എത്തിയേക്കുന്നത്. ഒരു അൺബോക്സിംഗ് ആണ്, ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇതൊരു അൾട്രാ HD പോർട്ടബിൾ പ്രൊജക്ടറാണ്. അപ്പോൾ ഹൈ ഡൈനാമിക് റേഞ്ചായിട്ടുള്ള ഒരു പോർട്ടബിൾ പ്രൊജക്ടറാണ്. അപ്പോൾ ഇതാണത് LED സോഴ്സ് പ്രൊജക്ടർ, മൾട്ടിമീഡിയ പ്രൊജക്ടർ എന്നൊക്കെയാണ് ഇത് എഴുതി കാണിച്ചേക്കുന്നത്. അപ്പോൾ ഹൈലൈറ്റ് കോട്ടിംഗ് ലെൻസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. HD ഉണ്ട്, USB ഉണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉള്ള ഒരു അടിപൊളി പ്രൊജക്ടറാണ് ഇന്ന് കാണിക്കണം. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ഇതിന് 2850 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് വന്നത്. 2850 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഞാൻ ശരിക്കും ഞാനിപ്പോൾ വീഡിയോ ചെയ്യണ ക്യാമറയുടെ ഗിംബൽ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒന്ന് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി ഒന്ന് തിരിച്ചപ്പോഴേക്കും ഒടിഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഇന്ന് ഗിംബൽ അന്വേഷിച്ച് നടന്ന് ശിവം എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് തൃശ്ശി തന്നെ ഛത്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് ശിവം മൊബൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ആക്സസറീസ് ഒക്കെ വെക്കുന്ന ഒരു കടയിൽ ചെന്നപ്പോഴാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ കണ്ടു. ഞാൻ ഈ മേടിച്ചേക്കണ സ്റ്റാൻഡിന് 180 രൂപയുണ്ട്. പക്ഷേ ഭയങ്കര ഹാൻഡിയാണ്, നല്ല അടിപൊളി കംഫർട്ടാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ കാണിച്ചു തരാം. അപ്പോൾ അവിടെ വെച്ചിട്ട് 2-3 ഐറ്റംസ് ഞാൻ വേറൊരാൾക്ക് വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഇതൊരു പ്രൊജക്ടറാണ്, മിനി പ്രൊജക്ടറാണ്. നമ്മുടെ അവിടെയൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര റേറ്റിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിനി പ്രൊജക്ടറാണ്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ജസ്റ്റ് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ഉള്ളു വന്നത്. എല്ലാം പാക്കഡ് ആയിട്ടാണ് വന്നേക്കണേ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പെട്ടി കാണുന്നുണ്ട്, അതൊന്ന് എടുക്കാം നമുക്ക്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. ഇതിൽ വരുന്ന ഒരു റിമോട്ട് വരുന്നുണ്ട്. റിമോട്ടിൻ്റെ അകത്ത് ഓക്കെ അതൊന്ന്. രണ്ടാമത്തത് ഒരു കേബിൾ വരുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു പവർ കേബിളാണെന്ന് തോന്നുന്നു, പ്രൊജക്ടർ കവർ ചെയ്യുന്ന പവർ കേബിളാണ്. മൂന്നാമത്തത് ഒരു HDMI കേബിളാണ്. അപ്പോൾ ഇത്രയും 3 ഐറ്റംസാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാവും, ഒരു സാധനം കൂടി കാണണം. ഇതിൻ്റെ യൂസർ മാനുവൽ വരുന്നുണ്ട്. ഇതാണ് സംഭവം, ഇതാണ് നമ്മുടെ പ്രൊജക്ടറായിട്ട് വരുന്നത്. യൂസർ മാനുവൽ എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. വലിയൊരു യൂസർ മാനുവലാണ്. ഇതിൻ്റെ അകത്ത് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രൊജക്ടർ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്ടറായിട്ട് വരുന്നത്. ഇതാണ് പ്രൊജക്ടർ. ഓക്കെ, ഇതാണ് പ്രൊജക്ടർ. ഓക്കെ, എല്ലാം വളരെ സേഫായിട്ടാണ് വെച്ചേക്കണം. വളരെ സേഫായിട്ട് കാര്യങ്ങളൊക്കെ വളരെ സേഫാണ്. പിന്നെ ഇതാണ് പ്രൊജക്ടർ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. ഇതിപ്പോൾ നമ്മുടെ അവിടേക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ ഒരു പരസ്യമൊക്കെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് തെർമോക്കോളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതാണ് പ്രൊജക്ടർ. പ്രൊജക്ടർ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടൊക്കെയാണ് കാണുന്നതായിട്ടൊക്കെ കണ്ടേക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്ടറിൻ്റെ ലെൻസ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഹീറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് ഫോക്കസ് ആയിട്ട് വരുന്നത്. ഈ സാധനമാണ് ഫോക്കസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത്. ഇത് നമുക്ക് ഫോക്കസ് ചെയ്താൽ ഇതിൻ്റെ കൂട്ടുകയും കുറയ്ക്കുകയും അതുപോലെ തന്നെ ക്ലാരിറ്റിയൊക്കെ കൂട്ടുകയൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ഫോക്കസ് ലാമ്പ്, ഈ ഒരു സംഭവം പറ്റുന്നു. അതുപോലെ ഇതിൻ്റെ പ്രൊജക്ടറിൻ്റെ പുറകിലേക്ക് വരാൻ നേരത്തെ ഇവിടെ USB കുത്താനുള്ള ഓപ്ഷനുണ്ട്. HDMI കുത്താനുള്ള ഓപ്ഷനുണ്ട്, USB കുത്താനുള്ള ഓപ്ഷനുണ്ട്. USB ഇവിടെ, HDMI ഇവിടെ. അതുപോലെ പവർ ഇവിടെ. ഇത് പവർ ഓണാക്കി ഓഫാക്കുകയും ചെയ്യുന്ന സംഭവമാണ്. ഇവിടെ നമ്മുടെ സ്പീക്കർ കേബിൾ കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യിക്കുക. അപ്പോൾ ഇത് 2850 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് എങ്ങനെയാണ് ഇത് പവർ വർക്ക് ചെയ്യണമെന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷനാണ് നമുക്ക് കാണിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ റിമോട്ടിൽ നമുക്ക് ബാറ്ററി ഇടണം. ബാറ്ററി ഉണ്ടാകുന്ന നോക്കട്ടെ. ബാറ്ററി ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ബാറ്ററി ഇല്ല, 2 ബാറ്ററി ഇടുന്ന ഇതാണുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ബാറ്ററി ഉണ്ട്. അപ്പോൾ ബാറ്ററി നമുക്കൊന്ന് ഇട്ട് കളയാം. ഓക്കെ, ബാറ്ററി ഇട്ടു. അപ്പോൾ 2 ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ റിമോട്ടർ ഓക്കെ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിങ്ങനെ നിർത്താം. ഇത് പവർ കേബിൾ നമുക്കൊന്ന് അഴിക്കാം. ഓക്കെ, പവർ കേബിൾ സെറ്റായിട്ടുണ്ട്. ഇനി HDMIയും നമുക്ക് അഴിച്ച് സെറ്റാക്കാം. ഓക്കെ, HDMI ഒക്കെ സൂപ്പറാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന്. ഇതിപ്പോൾ നല്ല പകലാണ്.
ഈ പകലിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നോ അതുപോലെ നൈറ്റ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം പകലിൽ നമുക്കിന്നിപ്പോൾ ഷൂട്ട് ചെയ്ത് വെക്കാം, അതുപോലെ നൈറ്റ് നമുക്ക് രാത്രി ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അത് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പ്രൊജക്ടറൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളൊരു ചെറിയൊരു ഫ്ലെക്സ് ബോക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് നമ്മുടെ മതിലുമേലോട്ടൊന്ന് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മുകളിൽ വരുന്ന ലെവലിലാണ് ഇത് വെക്കേണ്ടത്. അതായത് ഈ ഫോക്കസ് ചെയ്യുന്ന സംഭവം മുകളിലേക്ക് വരുന്ന ലെവലിലാണ് ഇത് വെക്കേണ്ടത്. ഇനി നമുക്കിത് പുറകിലായിട്ടാണ് ഇതിൻ്റെ പവർ വന്നത്. അപ്പോൾ പവർ നമുക്കൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം. ഇതാണ് പവർ കേബിൾ. ഓക്കെ, പവർ കേബിൾ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്മേലൊന്ന് വെക്കാം. വെച്ചിട്ട് നമുക്ക് പവർ കറണ്ടിൽ കുത്താം. പവർ കറണ്ടിൽ കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊജക്ടറൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു റെഡ് സ്വിച്ച് കത്തുന്നുണ്ട്, പവർ സ്വിച്ചാണ്. ഇനി നമുക്കിത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഈ സ്വിച്ച് ഒന്ന് ഓണാക്കി വെക്കാം. മാനുവൽ അനുസരിച്ചിട്ട് ഈ സ്വിച്ചാണ് ഓണാക്കേണ്ടത്. ഓണാക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ, ഓണായി കഴിഞ്ഞപ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ പ്രൊജക്ടറിന് എഴുതി കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. കാണാൻ പറ്റുമെന്നറിയില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. ഇത് അവിടെ പ്രൊജക്ടറിനും കൊണ്ട് നല്ല രസമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. ഇത് സംഭവം വരുന്നുണ്ട്, സ്മാർട്ട് പ്രൊജക്ടറിനും കൊണ്ട് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇത്രയും പ്രകാശമുണ്ട് കേട്ടോ. ഇവിടെ മുകളിൽ ഇത്രയും ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ഇവിടെ ലൈറ്റ് ഉണ്ട്, ഇവിടെയൊക്കെ നമ്മുടെ ജനലൊക്കെ തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ പ്രൊജക്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്തോരം ക്ലാരിറ്റി ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, ഗൂഗിൾ പ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഇതിന്മേൽ വൈഫൈ കൊടുത്താൽ വർക്ക് ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് നമ്മുടെ പ്രൊജക്ടറിൽ തന്നെ വൈഫൈ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ വൈഫൈ ഓണാക്കിയിട്ട് നമുക്കൊന്ന് നമ്മുടെ ടെതറിങ് വൈഫൈ കൊടുക്കുക. അതായത് പേഴ്സണൽ ഹോട്ട്സ്പോട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കി നോക്കട്ടെ ഗൈസ്. അപ്പം ഞാൻ ലൈറ്റ് എനിക്ക് ഇവിടെ വീട്ടിലുണ്ടായിരുന്ന ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഈ ജനലിൻ്റെ വെട്ടവും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ജനലിൻ്റെ വെട്ടവും മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുറിയിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് ഫോക്കസ് ആക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ അതെ, ഇത്രയും ഫോക്കസായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വൈഫൈ, അതായത് ടെതറിങ് വൈഫൈ ഹോട്ട്സ്പോട്ട് ഞാൻ എൻ്റെ ഈ ഒരു പ്രൊജക്ടറിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇത് വെച്ചിട്ട്, നമ്മുടെ റിമോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് യൂട്യൂബ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ യൂട്യൂബാണ് ഇപ്പോൾ പ്ലേ ചെയ്യാൻ പോകണം. അപ്പോൾ യൂട്യൂബ് പ്ലേ ചെയ്ത് നോക്കാം. യെസ്, യൂട്യൂബൊക്കെ വരുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പുറകിൽ ഇപ്പോൾ യൂട്യൂബിൻ്റെ സ്ക്രീൻ വരുമോ നോക്കാം. നമ്മുടെ സാധനം വരാനാണ് യൂട്യൂബിൻ്റെ സ്ക്രീൻ വരുന്നുണ്ട്. എമ്പുരാൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, എമ്പുരാൻ. നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ സ്റ്റീഫൻ, അതാണ് സംഭവം. അപ്പോൾ അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ എമ്പുരാൻ ഇത് കണ്ടത്, ഇവിടെ സൗണ്ടൊക്കെ ഇവിടെ നിന്ന് വന്നുണ്ട് കേട്ടോ. സൗണ്ട് ഇവിടെ നിന്ന് വന്നുണ്ട്. സൗണ്ട് കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ ബോക്സ് ഇല്ലാത്ത കാരണം ഞാൻ സൗണ്ട് കുത്തിയിട്ടില്ല. ഇത് നോക്കി, നമ്മുടെ സ്ക്രീൻ നല്ല രസമായിട്ട് കാണുന്നുണ്ടേ ഗൈസ്. അപ്പോൾ നമ്മൾ വിഷ്വൽ ക്ലാരിറ്റി ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ഡേ ടൈമിലെ വിഷ്വൽ ക്ലാരിറ്റി. അതായത് വേറെ മറയൊന്നും കൂടാണ്ട് ഡേ ടൈമിൽ, ഡേ ലൈറ്റിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ വിഷ്വൽ ക്ലാരിറ്റി എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി അല്പം കഴിയുമ്പോഴുള്ള ഒരു സീൻ, അതായത് ഇപ്പോൾ കാണാൻ പോകുന്ന സീൻ എന്ന് പറഞ്ഞാൽ നൈറ്റുള്ള വിഷ്വലാണ്. നൈറ്റ് എല്ലാം അടച്ചിട്ടിട്ട് വേറെ ലൈറ്റൊന്നും ഇല്ലാണ്ട് കാണുന്ന ഒരു വിഷ്വലാണ്. നമ്മുടെ പ്രൊജക്ടറാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ പ്രൊജക്ടർ നേരെ നമ്മൾ മതിലിലേക്ക് വിഷ്വലൈസ് ചെയ്തേക്കാണ്. കണ്ടത്, ആ മതിലിൽ കാണുന്ന ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ കിടു ക്ലാരിറ്റിയാണ്, ഒരു രക്ഷയില്ല. 2850 രൂപയുടെ പ്രൊഡക്റ്റാണ്. അതിനെ ബേസ് ചെയ്തിട്ട് കിട്ടുന്ന ക്ലാരിറ്റി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൗണ്ട് സിസ്റ്റവും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ലെവലിൽ നമുക്ക് ഈ ഒരു എന്താണ് വീട്ടിലൊക്കെ നമുക്ക് ഈ പ്രൊജക്ടർ സൂപ്പറായിട്ട് ഉപയോഗിക്കാം. അതായത് നമ്മുടെ പ്രൊജക്ടർ ഇരിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ വിഷ്വൽ മതിലിൽ കണ്ടതേ പ്രൊജക്ടർ. ഇപ്പോൾ അവിടെ ഒന്ന് ലൈറ്റ് തെളിഞ്ഞപ്പോൾ നമ്മുടെ പ്രൊജക്ടർ ഇരിക്കുന്നത് കണ്ടു. ഇനി ഇതിൻ്റെ ഒരു കമ്പാരിസനും കൂടി കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡ്
സൈഡിൽ നമ്മുടെ ഡേ ടൈമിലുള്ള വിഷ്വലും റൈറ്റ് സൈഡിൽ ഡാർക്ക്നെസ്സിലുള്ള വിഷ്വലുമാണ് ഇപ്പോൾ കാണിക്കണം. ഇത് സെയിം പ്ലേസിൽ തന്നെയാണ്, ഞാൻ സെയിം പ്ലേസിൽ തന്നെ 2 വിഷ്വലായിട്ട് കാണിക്കണം. സൂപ്പറാണ് കേട്ടോ. നൈറ്റ് ശരിക്കും നമ്മളൊരു ഡാർക്ക്നെസ്, നമ്മുടെ റൂമൊക്കെ ഡാർക്ക്നെസ് ആക്കണമെങ്കിൽ കിഡിലൻ എക്സ്പീരിയൻസ് തരാൻ പറ്റുന്നൊരു സംഭവമാണ്. വെറും 2850 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ തീർച്ചയായും ബന്ധപ്പെടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ. ഇനി നിങ്ങൾക്ക് നമ്മുടെ തന്നെ വേറൊരു വീഡിയോ, നമ്മൾ കുക്കിംഗ് വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കണം. ആ വീഡിയോ കൂടി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി കാണാം. ഓക്കെ, താങ്ക് യു.